ഹേ ഗൈസ് വെൽക്കം ബാക്ക് യോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം പുതിയ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഹരിപ്പാട് വന്നിരിക്കുക. ഹരിപ്പാട് എവിടെ വെച്ചാൽ നമ്മുടെ ഷെഫ് പിള്ളയുടെ പുതിയ റെസ്റ്റോറൻറ്റിലേക്ക്, അതായത് സഞ്ചാരി അതെ സഞ്ചാരി ബൈ ഷെഫ് പിള്ളை അവിടെ ബോർഡ് നോക്കി കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ട് നമ്മൾ വന്നതാണ്. ഓക്കെ, അങ്ങനെ എന്തായാലും നമ്മളിവിടെ എത്തി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഉണ്ട്. ഓക്കെ, അവരങ്ങോട്ട് ഇറങ്ങി. ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നാണ്. ഓക്കെ, ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കാണിച്ച് മറക്കരുത്. ഓക്കെ, സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം. നമ്മൾ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷോർട്ട് വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇത് നമ്മുടെ ലാൽ സിനിപ്ലെക്സിന്റെ തിയേറ്ററിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്, നമ്മുടെ ഹരിപ്പാട്. ഓക്കെ, അങ്ങനെ നമ്മൾ അതിന്റെ അകത്തേക്ക് എൻട്രി അടിക്കാൻ പോവാണ്. അവിടെ വലിയൊരു ബാനർ തന്നെ വെച്ചിട്ടുണ്ട്, സഞ്ചാരി ബൈ ഷെഫ് പിള്ളை എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് കയറുകയാണ്. നമ്മുടെ തിയേറ്റർ സൈഡിൽ തന്നെ കേട്ടോ, ജസ്റ്റ് സൈഡിൽ തന്നെയാണ്. നമുക്ക് അവിടെ വരുമ്പോൾ തന്നെ വലിയ ബാനറിൽ കാണാൻ പറ്റും. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് സഞ്ചാരി ബൈ ഷെഫ് പിള്ളை എന്നുള്ളതും ഈ ഫോട്ടോ ഫ്രെയിംസും ആണ്. മോഹൻലാലുമായിട്ടുള്ളതാണ് നടുക്കുള്ളത്. അടിപൊളി കേട്ടോ ഈ ഒരു ആംബിയൻസ് കയറുമ്പോൾ തന്നെ. നമ്മുടെ കസിൻസ് എല്ലാവരും ഇവിടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഞാനും അനുവും ഗായത്രിയും ചേച്ചിയൊക്കെ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. ഇത് നമ്മൾ നേരത്തെ സീറ്റ് ബുക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇരിക്കാൻ സീറ്റ് കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് നല്ല തിരക്കാണ് ഇവിടെ. എന്തായാലും ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങൾ ഒരു 2:30 ആയി എത്തിയപ്പോൾ, അതുകൊണ്ട് ഇച്ചിരി ക്രൗഡ് കുറഞ്ഞു. അല്ലാന്നുണ്ടെങ്കിൽ 1 മണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, നല്ല തിരക്കായിരിക്കും ഇവിടെ. അവർ ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അവർക്ക് നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയിട്ടല്ലേ വന്നത്. അങ്ങനെ ഞാനും ഗായത്രിയും അനുവും കുഞ്ഞും കൂടെ ഞങ്ങൾ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വലത്തേക്ക് നോക്കിയപ്പോഴാണ് ആ കാഴ്ച ഉണ്ടത്. 366 ദിവസം ചിത്രം, അതിന്റെ ഒരു ഫോട്ടോ ഫ്രെയിം അവിടെ വെച്ചിരിക്കുന്നു. എന്റെ മോനെ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വന്നു. നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ ഏറ്റവും സ്പെഷ്യൽ സാധനം ഫിഷ് നിർവാണ. അതാണ് ഇവിടുത്തെ ഏറ്റവും അദ്ദേഹത്തിന്റെ, അതായത് ഷെഫ് പിള്ളയുടെ ഏറ്റവും സ്പെഷ്യൽ സാധനമാണെന്നാണ് പറയുന്നത് ഇവിടുത്തെ. അതിന്റെ കൂടെ തന്നെ പ്രോൺസ് റോസ്റ്റും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാൻ തുടങ്ങാൻ പോവാണ്. ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ്. അത് എടുത്ത് എന്റെ പ്ലേറ്റിലേക്ക് ഞാൻ തട്ടി. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസും നൂഡിൽസും തമ്മിൽ നോക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതലും നൂഡിൽസിലായിരുന്നു. കാരണം വെച്ചാൽ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടുതലും നമ്മുടെ നൂഡിൽസ് തന്നെയായിരുന്നു. മറ്റേനകത്ത് ഫ്രൈഡ് റൈസിനകത്ത് അത്ര എടുത്തറിയാനില്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് എല്ലാം കിടിലമാണ്. കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് കൂടുതൽ നമ്മുടെ നൂഡിൽസിലായിരുന്നു. അതാണ് എനിക്ക് തോന്നിയ വ്യത്യാസം. കാരണം നമ്മൾ സീ ഫുഡ് ആയിരുന്നു പറഞ്ഞത്, അതായത് നമ്മുടെ കണവ, അതുപോലെ പ്രോൺസ്, അങ്ങനെ കുറെ ഐറ്റംസ് മിക്സ്ഡ് ആയിട്ടാണ് നമുക്ക് പറഞ്ഞത്. അല്ല ചിക്കനും ബീഫും അല്ല നമ്മൾ ഓർഡർ ചെയ്തത്. ഒരു പ്രോൺസ് എടുത്ത് ഞാൻ വായിലേക്ക് വെച്ചു, അതിന്റെ ടേസ്റ്റ് അറിയാൻ. കിടിലൻ സാധനം, ഒന്നും പറയാനില്ല, അടിപൊളി. അടുത്തതാണ് ഇനി നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ സാധനം. നമ്മുടെ ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിലെ ഏറ്റവും സ്പെഷ്യൽ സാധനം ഇതാണ്, ഫിഷ് നിർവാണ. ആ ഗ്രേവി കാണുമ്പോൾ തന്നെ അറിയാം കിടിലൻ സാധനമാണെന്നുള്ളത്. അങ്ങനെ മീൻ എടുത്ത് മൊത്തത്തിൽ എന്റെ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചു. കാരണം ഒരെണ്ണം നമ്മൾ ഓർഡർ ചെയ്തുള്ളൂ, എങ്ങനെയുണ്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പറയാന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ അതിനകത്തുനിന്ന് ഒരു പീസ് എടുത്ത് വയലേക്ക് വെക്കാൻ തുടങ്ങി. നമ്മുടെ നെയ്മീനാണ് കേട്ടോ ഇത് വരുന്നത്. കൊള്ളാം. അതിന്റെ ഗ്രേവി ആയാലും മീനായാലും നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. ചുമ്മാ അല്ല ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ആയത് കേട്ടോ, ഒന്നും പറയാനില്ല. രണ്ടിന്റെയും കോമ്പിനേഷൻ, ഈ തേങ്ങാപ്പാലും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനമാണ് ഈ നിർവാണ. പിന്നെ ഗായത്രിക്കും അനുവിനും കൊടുത്തു, അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. കിടിലൻ സാധനം, ഒന്നും പറയാനില്ല. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. മാമിനും മാമിക്കും ചേച്ചിക്കും ഒക്കെ ഇനി ആലപ്പുഴ വരെ പോകണം. കാരണം നാളെ ഇവർ തിരിച്ചു പോകും. അതായത് ചേച്ചി ഗുജറാത്തിലാണ്, അവര് തിരിച്ച് നാളെ റിട്ടേൺ പോകും. അപ്പൊ ഞങ്ങളെല്ലാം കൂടി ഇന്നൊന്ന് കൂടിയതാണ്. ഇതാണ് എന്റെ ചേച്ചി പ്രീതി, ഡോക്ടർ കേട്ടോ. ഗുജറാത്തിലാ. ഹസ്ബൻഡും ഓർത്തോ ഡോക്ടറാണ്. അപ്പം ഇവര് രണ്ടുപേരും ഫാമിലി ആയിട്ട് ഗുജറാത്തിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫലൂഡ, അത് കുറേ നേരത്തിന് ശേഷം അതിങ്ങ് എത്തി. മേളിലൊരു മറ്റേ കുടയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇനി ഇതും കൂടെ ഞാൻ ഇനി ടേസ്റ്റ് നോക്കാൻ പോവാണ്. കഴിച്ച് മടുത്ത് എത്തി വന്ന. ഓക്കെ, എന്തായാലും ഫലൂഡ എന്ന് പറയുന്നത് നമ്മുടെ ഗുലാബ് ജാം ഫലൂഡ കേട്ടോ. നോർമലി ഫ്രൂട്ട്സ് എല്ലാം ഒന്നുമല്ല, ഗുലാബ് ജാം ഫലൂഡയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഗുലാബ് ജാം ഫലൂഡ കഴിക്കുന്നത്. കൊള്ളാം, മധുരമാണ്, നല്ല മധുരം വെച്ചാൽ നല്ല മധുരം. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. എല്ലാ ഫുഡിനെല്ലാം നല്ല ടേസ്റ്റ് ആണ്, ഒന്നും പറയാനില്ല. അതിനകത്ത് ഇരുന്ന കുട എടുത്ത് ഞാൻ ഉണ്ണിക്കുട്ടനും ചേച്ചിക്ക് നീട്ടി, അവർക്ക് വേണ്ട. എന്നിട്ട് ഞാനതവിടെ വെച്ച് ഞാൻ ബാക്കി കഴിക്കാന്നുള്ള രീതിക്ക് ഞാൻ തുടങ്ങി. കുടയും പിടിച്ച് ഞാനവിടെ ഇരിക്കാണ്. എന്തോ ചെയ്യുന്ന പറ. ഉണ്ണിക്കുട്ടാ വെച്ചോ, പിടിച്ചോ. ഫുഡൊക്കെ സൂപ്പർ കേട്ടോ, അടിപൊളി, ഒന്നും പറയാനില്ല. ഫസ്റ്റ് ടൈം എവിടെ നിന്ന് കഴിക്കുന്നത്. എന്തായാലും അതിൻ്റെതായ ആംബിയൻസും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ്, ഫുഡും അടിപൊളിയാണ്.
ഫാമിലി ആയിട്ടായാലും ഫ്രണ്ട്സ് ആയിട്ടായാലും എല്ലാം വന്നിരുന്ന് കഴിക്കാനായിട്ട് പറ്റിയൊരു നല്ലൊരു സെലക്റ്റീവ് പ്ലേസ് ആണ് കേട്ടോ. എന്നാ ഇത് പിടിച്ചോ അപ്പോൾ ഓക്കെ ഫലൂഡ കഴിക്കട്ടെ. ഫലൂഡ കഴിച്ചിട്ട് പോകാം. ഒരു ഗ്ലാസ് അവിടെ ഒന്ന് കുടിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് കാണാം. എങ്ങോട്ട് അടിപൊളി സാധനം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സാധാരണ അവക്കാഡോ ഷേക്ക് ഇത്രയും നന്നായിട്ട് ഞാൻ എവിടെ കഴിച്ചിട്ടില്ല. ഇത് കൊള്ളാം, അടിപൊളി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ആദ്യമായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. എനിക്ക് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ ഞാൻ എങ്ങോട്ട് ഓടുമെന്നുള്ള രീതിയിൽ അവിടെ എല്ലാം രൂക്ഷമായ നോട്ടമാണ്. എന്നെ വിടടി, ഞാൻ പൊക്കോളം ഒറ്റയ്ക്കുന്നുള്ള രീതിയിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓട്ടം തുടങ്ങി. അവന്റെ വഴിക്ക് വിട്ട് കഴിഞ്ഞാൽ അവന്റെ കാര്യം നോക്കി അവൻ പൊക്കോളും, ഒരു കുഴപ്പമില്ല. അങ്ങനെ അവന്റെ കുപ്പിയും പിടിച്ച് ഗായത്രിയുടെ ഇരിപ്പ് കണ്ടിട്ട് നല്ല രസമുണ്ട്. പക്ഷെ മാറി വണ്ടി വരുന്നത് പറഞ്ഞപ്പോൾ അവൻ തന്നെ മാറി. ഹേ ഗായ്സ്, അങ്ങനെ ഇതാ നമ്മള് നമ്മുടെ ഷെഫ് പിള്ള അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി തിരിച്ചിറങ്ങി. അടിപൊളി കിടിലം ഫുഡ്, ഒന്നും പറയാനില്ല. അടിപൊളി. അവിടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള ഫുഡ് എല്ലാം നൈസ് ആയിരുന്നു. ലാസ്റ്റ് ഫലൂഡ വരെ. പിന്നെ ഇവള് ഫലൂഡ അടിപൊളി. പിന്നെ ഇവള് കുടിച്ച അവക്കാഡോ ഷേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സാധനം. നിങ്ങൾ റിവ്യൂ പറയാം, എന്താന്ന് വെച്ചാ പറ. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത ഫ്രൈഡ് റൈസ് എന്തായിരുന്നു, സീ ഫുഡ് ഫ്രൈഡ് റൈസ് ഒക്കെ, അതൊക്കെ അടിപൊളി സാധനമായിരുന്നു. പിന്നെ നമ്മൾ നിർവാണ ഓർഡർ ചെയ്തായിരുന്നു, ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു. അത് ഒരു രക്ഷയില്ല കേട്ടോ, അത് വന്നാൽ ഇവിടുത്തെ മസ്റ്റ് ട്രൈ സാധനമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് കഴിച്ച എല്ലാ സാധനങ്ങളും അടിപൊളിയായിരുന്നു. ഒരു മോശമായിട്ട് നമുക്ക് തോന്നി. ഒരു ഫാമിലി ഔട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടെ. സോ എല്ലാരും വന്ന് ട്രൈ ചെയ്യാം, മസ്റ്റ് ട്രൈ ചെയ്യണം. ഇപ്പൊ ഞങ്ങളുടെ കസിൻസിന്റെ ട്രീറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ട്രൈ ആയി. അതുകൊണ്ട് ഞങ്ങൾ വന്ന് ട്രൈ ചെയ്തു, അടിപൊളിയായിരുന്നു. ഓക്കെ, ഇനി നിങ്ങളും പോയി കഴിക്കാം. നിങ്ങൾ എന്തായാലും നമ്മുടെ മാവേലിക്കര, കായംകുളം ഇവിടെയൊക്കെ ഉള്ളവർക്കൊക്കെ, ഈ ഏരിയയിലുള്ളവർക്കൊക്കെ വന്ന് കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ സ്പോട്ട് എന്തായാലും വന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആയെന്ന് വിശ്വസിക്കുന്നു. കാരണം അടുത്ത് നമ്മുടെ റെസ്റ്റോറന്റ് വന്നതും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. കടന്നു വരെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ലൈഫ് ഒന്നേ ഉള്ളൂ, ബി ഹാപ്പി. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെയും ഗുഡ് ബൈ.